മോളെ പാറു, നിനക്ക് തീരെ വയ്യല്ലോ, പിന്നെ എന്തിനാ നീ ബസ്സിൽ പോയി വരുന്നത്? പ്രിയനോട് പറഞ്ഞാൽ അവൻ പണ്ടത്തെ പോലെ കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യില്ലേ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ തലയിറങ്ങി വീണ നീ എന്തു ചെയ്യും? ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതും പോകുന്നതും സേഫ് അല്ല മോളെ. ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ഒരർത്ഥമില്ലാതായി. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ചേട്ടാ. നിന്റെ മുന്നിൽ ഇനിയും ജീവിതം ബാക്കി കിടക്കുകയല്ലേ, എന്നിട്ടെന്താ ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലാത്തവരെ പോലെ സംസാരിക്കുന്നു? ഒന്നുമില്ല ഏട്ടാ. പാറു, നീ എന്തുകൊണ്ടാ നിന്റെ ജീവിതം വെറുത്തു പോയതുപോലെ സംസാരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ചേട്ടന്റെ അടുത്ത് നിന്റെ അച്ഛൻ മോശമായി പെരുമാറുന്നത് നീ കണ്ടപ്പോ പേടിച്ചു പോയി കാണും. അവന്റെ പ്രണയത്തെ എതിർത്തതുപോലെ നിന്റെ അച്ഛൻ നിന്റെയും പ്രിയന്റെയും സ്നേഹത്തെയും എതിർക്കുമെന്ന് നീ പേടിക്കുന്നുണ്ടാവും. അങ്ങനൊരു പേടി നിനക്ക് വേണ്ട. പ്രിയൻ കാർത്തിക്കിനെ പോലെ നിന്റെ കുടുംബത്തെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒരാളല്ല. അത് നിന്റെ അച്ഛന് നന്നായി അറിയില്ലേ. അവനെ നിന്റെ അച്ഛന് ഇഷ്ടപ്പെടും. ശോഭ കുറച്ചു നേരം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവരെന്താ പറഞ്ഞത്? നിങ്ങളുടെ കല്യാണം നടത്തുന്നതിനെ പറ്റി തന്നെയാ സംസാരിച്ചത്. ലക്ഷ്മിയുടെ കല്യാണത്തിന് അവരും നാട്ടിലേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞ്. നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് കല്യാണക്കാര്യം പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ശോഭ നിന്റെ അച്ഛനോട് പ്രിയന് വേണ്ടി നിന്നെ ആലോചിക്കുന്നതില് വിരോധമുണ്ടോന്ന് ചോദിക്കും. അദ്ദേഹം എന്തായാലും സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാകുമ്പോ ഇത് അദ്ദേഹം തീരുമാനിച്ച് നടത്തുന്ന കല്യാണം ആവില്ലേ? നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തും. അയ്യോ, മാഡം ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്തത്? ഇതൊക്കെ ആരോടാ ചോദിക്കേണ്ടത്? നിനക്ക് പ്രിയനെ ഇഷ്ടാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയില്ലേ? നിങ്ങളുടെ ഇഷ്ടം ജയിക്കാൻ വേണ്ടി നീ എത്രയൊക്കെ പോരാടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്നെ നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് എന്നല്ലേ പറയാറ്? അപ്പോ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി എനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുത്തൂടെ? അല്ലെങ്കിലും ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ശോഭയുടെയും തീരുമാനമാ. എനിക്കിപ്പോ ചേച്ചിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്നേ ഉള്ളൂ. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. മാഡം ഇപ്പൊ പ്രിയൻചേട്ടനെ കുറിച്ച് അച്ഛനോടൊന്നും പറയണ്ട. പ്രിയൻചേട്ടൻ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. നിനക്ക് പ്രിയനെ കല്യാണം കഴിക്കാൻ ധൃതിയായി കാണൂന്നാ ഞാൻ കരുതിയത്. എല്ലാം ശരിയായി വരുമ്പോ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ എന്താ ചെയ്യുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് ചുറ്റും നടക്കുന്ന എന്താന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല മാഡം. എന്തായാലും ഞാനിപ്പോ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടി മാഡം നല്ല ആരും കല്യാണം ആലോചിച്ച് ചെല്ലണ്ട. ഇതെന്റെ ജീവിതം. അതിനെക്കുറിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ഞാൻ എടുത്തോളാം. മോളെ പാറു, പാറു, ഇവളിങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. ഇവക്കെന്താ പറ്റിയത്? പാറു, പാറു, ആശുപത്രിയിൽ വെച്ച് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ പ്രിയൻചേട്ടനാണെന്ന് നിങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ചു പറഞ്ഞതല്ലേ? എന്റെ പ്രിയൻചേട്ടന്റെ മനസ്സ് നിങ്ങൾ കണ്ടില്ലേ? എന്റെ സമ്മതം ഇല്ലാതെ അദ്ദേഹം എന്നെ തൊടുക പോലും ചെയ്തില്ല. അദ്ദേഹം എന്നെ ബോധം കെടുത്തി ഇങ്ങനൊരു ചതി ചെയ്യുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടോ? എന്റെ അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ എന്നെ കല്യാണം കഴിക്കാതെ എന്നെ അത്തരത്തില്
തൊടുക പോലും ഇല്ലാന്ന് പ്രിയൻചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളില് തകരുമായിരുന്നു.